ബാത്റൂമിൽ പോലും പോകാൻ പറ്റുന്നില്ല. ഇതിനകത്ത് കയറല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ബാത്റൂമിൽ പോകുന്നത്? നമ്മൾ സ്ത്രീകളല്ലേ. അടുത്ത അയലത്തെ വീട്ടിലൊക്കെ എത്ര ദിവസം നമ്മൾ പോകും? ഭയങ്കര ബുദ്ധിമുട്ടാണ്. 9 ദിവസം കൊണ്ട് പാടാണ്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഡീസന്റ് മുക്കിലാണ്. ഇവിടെ പുതുച്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നതാണ്. അപ്പം ഇവിടെ ഒരു കുടുംബത്തിലെ 4 പേര് വീട്ടിൽ പോലും കയറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അവരിപ്പോൾ കിടക്കുന്നത് വീടിന് വെളിയിലാണ്. അതുകൊണ്ട് ഇതുപോലൊരു ടാർപ്പ വലിച്ചു കെട്ടിയിട്ട് കുടുംബസമേതം താമസിക്കുക. ഒരു വീടുണ്ടായിട്ടും അതിനുള്ളിൽ കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കണം അവര്. അടുത്ത് വസ്തുക്കാരനാണ് വീട് മണ്ണെടുത്തോണ്ട് പോയത്. അയാളടുത്ത് പറഞ്ഞിട്ട് കേട്ടില്ല, അയാൾ എടുത്തോണ്ട് പോയി. അപ്പൊ അവിടെ വലിയ കുഴിയായി. ഇപ്പൊ വന്നിട്ട് കെട്ടിത്തരാൻ പറഞ്ഞിട്ട് കെട്ടിത്തരത്തില്ലെന്നാ പറയുന്നത്. ഇവിടാണ് പാചകം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് വീട്ടില്? 4 പേര്. ഞാനും അമ്മയും എന്റെ മോനും എന്റെ ഭർത്താവും. ഇത്രയും പേരും. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ കിടക്കുന്നതും? മൊത്തം ഇവിടെയാ? ഇതിനകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞതാരാ? പോലീസ്, വില്ലേജ് ഓഫീസർ, പഞ്ചായത്തിൽ നിന്ന് ഫയർഫോഴ്സ് എല്ലാരും വന്നു. അന്നേരം വന്നിട്ട് പറഞ്ഞു സാധനം പുറത്തേക്ക് അതിനകത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞു. വീടിനകത്ത് താമസിക്കണ്ടെന്ന് പറഞ്ഞു. എത്ര ദിവസമായിട്ട് പുറത്ത് താമസിക്കുന്നു? ഞങ്ങളിപ്പോ 9 ദിവസമായി. 9 ദിവസമായിട്ട് ഈ അച്ഛനും അമ്മയും ഈ മക്കളും എല്ലാരും കൂടെ പുറത്ത് താമസിക്കുക. ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയും. നിങ്ങൾ എല്ലാരും കൂടെ ഇപ്പം പുറത്ത് കിടക്കും 9 ദിവസമായിട്ടല്ലേ? ഈ ഒരു കുടുംബം 9 ദിവസമായിട്ട് ഈ വീടിന് വെളിയിൽ ഒരു ടാർപ്പ വലിച്ചു കെട്ടി ഒരു കട്ടിലും ഇട്ട് ഒരു ഗ്യാസും വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക. ഒരു നേരത്തെ ആഹാരം പോലും സ്വസ്ഥമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. ആഹാരം തരുന്നത് എല്ലാം നാട്ടുകാരാ. പാചകം ചെയ്യാനൊന്നും പറ്റത്തില്ല. എല്ലാരും തരുന്നത് അവരെ ഞങ്ങളെ സഹായിക്കുന്നു, അല്ലാതെ ആരും സഹായിക്കുന്നു. പഞ്ചായത്ത് മെമ്പറൊക്കെ നിങ്ങൾ പുറത്തായിട്ട് ഒരു താമസിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പോലീസുകാരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. വില്ലേജ് ഓഫീസറുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുടുംബത്തിന് സാമ്പത്തികമില്ലാത്തതിന്റെ പേരിലാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? കാശുള്ളവൻ കാശിന്റെ ഹുങ്ക് കാണിച്ചെന്ന് മാത്രമേ പറയാൻ പറ്റൂ, അല്ലേ? ഈ അപ്പുറത്തെ മണ്ണെടുത്തെന്ന് പറഞ്ഞ ബസ്സുകാരൻ പൈസ കൊള്ളെടുത്താണോ? സ്വന്തം. എന്നിട്ട് പിന്നെന്താ നിങ്ങൾക്ക് അവിടെ ഒരു ഇത് കെട്ടിത്തരണോന്ന്? 2 കാറ്, പാറ കമ്പനി എല്ലാം ഉണ്ട്. പാറ കമ്പനി വലിയ മുതലാളി. എല്ലാം മുതലാളിയില. മോന് ജോലി, ഏപ്പാട്ടി മോക്ക് ജോലി, എല്ലാം ഉണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളവരാണ് നിങ്ങൾക്ക് ഇവിടെ എത്ര സെന്റ് വസ്തു ഉണ്ട്? 1.5 സെന്റ്. ഈ 1.5 സെന്റ് വസ്തുവിൽ ഒരു വീട് 1/2 സെന്റ് അങ്ങോട്ടങ്ങ് പോയി. ഏത് സമയം വീട് ഇടിഞ്ഞ് താഴെ വീഴാറായി നിക്കുക. ഒരു മഴയും കൂടെ പെയ്താൽ മതി, അത് പോവും. അതിനു മുമ്പേ ഒന്ന് കെട്ടിത്തരണമെന്ന് മാത്രം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് എല്ലായിടവും പിടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിൽ നിൽക്കാൻ ആരുമില്ല. ഞങ്ങളെ എല്ലായിടവും പോകുന്നത്. അമ്മയും ചേച്ചിയും കൂടെ എല്ലായിടത്തും പോകുന്നത്. ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ഒരു നീതി കിട്ടുന്നില്ല. സാധാരണക്കാർക്ക് ഒരു സ്ഥലത്ത് നീതി കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പൈസ കെട്ടിത്തരണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് തരാവുന്നതേ ഉള്ളൂ. അയാൾ മനഃപൂർവ്വം ചെയ്യത്തില്ലെന്നാണോ? ആയിരിക്കും. അതിനാ പറയുന്നത്. ഇല്ല, അയാളെ പൈസ ഇല്ലെന്നാ പറയുന്നത്. അല്ല, അപ്പൊ നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കണ്ട എന്നൊക്കെ അവരുടെ കാര്യം പറഞ്ഞില്ലേ? ഞങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾ അവിടെ സ്റ്റേഷനിൽ പറഞ്ഞു ഞങ്ങള് ഇതിൽ കിടന്ന് 4 പേര് മരിച്ചാ നിങ്ങൾ ഉത്തരവാദിത്വം പറയണമെന്നെല്ലാം പറഞ്ഞു. എന്നിട്ടൊന്നും അയാൾ ഞങ്ങളെ മുഖത്ത് പോലും നോക്കിയില്ല. അപ്പൊ അത്രത്തോളം ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ ഒരു ശ്രീകുമാരേട്ടനും ഈ കുടുംബവും താമസിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കാം, ഒരു അമ്മയ്ക്ക് കണ്ണ് കാണാൻ വയ്യാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു പഠിക്കുന്ന മകൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പം ഈ ചേച്ചിക്ക് സുഖമില്ലാത്തതാ, അണ്ണന് സുഖമില്ലാത്തത്. അപ്പൊ ചേച്ചി ഇവിടെ NDRPC പോയി കൊണ്ടുവരുന്ന ഒരു വരുമാനം മാത്രമേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കുന്നത്. ആകെ 1.5 സെന്റ് സ്ഥലത്ത് ഒരു അതും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട്. ആ ഒരു വീട് അതിന്റെ സൈഡ് ഇടിഞ്ഞു പോയിട്ടാണ്. അതായത് ഇടിഞ്ഞു പോയതല്ല, അദ്ദേഹം മണ്ണെടുത്തത് കൊണ്ട് മാത്രം, JCB കൊണ്ടുവന്ന് മണ്ണെടുത്തത് കൊണ്ടത് മാത്രമാണ് ആ ഒരു ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ വീടിനോട് ചേർന്ന് ഏകദേശം ഒരു 20 അടി താഴ്ചയിലാണ് JCB ഉപയോഗിച്ച് മണ്ണെടുത്തിരിക്കുന്നത്. നിങ്ങളെ അന്ന് JCBക്ക് അവിടെ മണ്ണെടുത്ത് നിങ്ങൾ പറഞ്ഞില്ലേ ഇത്ര ചേർത്ത് മണ്ണെടുക്കരുത്? ഞങ്ങൾ കാല് പിടിച്ച് അയാളടുത്ത് പറഞ്ഞ് എടുക്കല്ലേ. അയാൾക്ക് പൈസ ഉണ്ടോ അഹങ്കാരത്തിൽ ചെയ്തത്. അയാൾ പൈസയുടെ ഒരു ഹുങ്ക് കാണിച്ചത് മാത്രമല്ലേ? നിങ്ങളൊരു പാവപ്പെട്ടവരാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് പുള്ളി ഇത് കാണിച്ചത്. വീണ്ടും മിഥ്യയാക്കി. ഈ വാടകയ്ക്ക് 10 കൊടുത്തപ്പം താഴത്തെ സ്ഥലം വാടകയ്ക്ക് കൊടുത്തു. വീണ്ടും വാഴയെല്ലാം ഉണ്ടാകുന്ന വിറ്റിയാക്കി മണ്ണ് എല്ലായിടത്തും മാറ്റി. ആ JCB-കാരൻ ഞാൻ തടഞ്ഞ് ചീത്തയും പിടിച്ച അവനെ. ഇതൊക്കെ ചെയ്തിട്ടും അപ്പം ഒന്ന് ആലോചിച്ച് വെക്കുക, പൈസ ഇല്ലാത്തവൻ ഈ നാട്ടിൽ ജീവിക്കണ്ടേ എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. എന്ത് ചെയ്യാന്? ഒന്നും അറിഞ്ഞുകൂടാ. എവിടെ ചെന്നാലും നീതി കിട്ടുന്നത്. അത്രത്തോളം ഒരു അവസ്ഥയിലാണ്. ഒരു 1.5 സെന്റ് വസ്തുവിനകത്ത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു വീട്. അതിൽ ഈ പറഞ്ഞ 4 പേരും അസുഖക്കാരാണ്.
അവരുടെ ഹോസ്പിറ്റൽ ചെലവ്, അവരുടെ ഭക്ഷണ കാര്യങ്ങൾ ഇതെല്ലാം നടക്കുന്ന ചേച്ചി ഒരാൾ ഒരു അണ്ടിയാപ്പീസി കൊണ്ടുവരുന്ന വരുമാനത്തില. അപ്പം ഇവർക്കിപ്പോൾ ഒരു കയറി കിടക്കാൻ ഇടയില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുക. എല്ലാ രീതിയിലുള്ള നിയമസഹായത്തിനും അവർ പോയി, പക്ഷെ ഇതുവരെ അവർക്കൊരു നീതി കിട്ടിയിട്ടില്ല, ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഏതായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം. അതായത് ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. എത്ര നാള് ഇവര് ഈ പുറത്ത് ടാർപ്പ കിട്ടി താമസിക്കും അല്ലേ? എത്ര നാള് നാട്ടുകാര് ഭക്ഷണം തരും? അപ്പൊ സ്വന്തമായി ഒരു ഗ്ലാസ് വെള്ളം പോലും അനത്തി കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഒരു ടാർപ്പയുടെ കീഴിൽ 4 ജീവനുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 ജീവനുകൾ ഒരു ടാർപ്പയുടെ മേളിൽ ഒരു കട്ടിലും പുറത്തിട്ട് എത്ര ദിവസം കിടക്കും? ഇവർ വന്ന് അകത്ത് കിടക്കരുതെന്ന് മാത്രമാണ് ഓരോ ഉദ്യോഗസ്ഥരും വന്ന് പറഞ്ഞിട്ട് പോയത്. എവിടെ കിടക്കണം, എന്ത് ചെയ്യണം ഒന്ന് ആലോചിക്കുക. ഒരു കൊച്ചു കുഞ്ഞിനെയൊക്കെ ഈ ഒരു ടാർപ്പയുടെ കീഴിൽ കെട്ടി ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞാൽ എന്ത് സുരക്ഷിതത്വം എന്നുള്ളത്. ഇപ്പൊ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ വന്ന് വല്ല പട്ടിയോ കാര്യങ്ങളോ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വല്ല പാമ്പോ ഇഴജന്തുക്കളോ വന്നൊന്ന് കുത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഈ പറഞ്ഞ് ഇവിടെ വന്ന് പുറത്ത് താമസിക്കണമെന്ന് പറഞ്ഞ അധികാരികൾ തന്നെ അവർക്കൊരു സുരക്ഷിതമായ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. സാമ്പത്തികമില്ലാത്ത ഒരാളുടെ വസ്തുവല്ല തൊട്ടയൽവക്കത്തുള്ളത്. അവർക്ക് വേണമെങ്കിൽ ഇടപെട്ട് ഒരു നിയമസഹായം നേടിക്കൊടുക്കാം. അപ്പം ഒരു തരത്തിലുള്ള നിയമസഹായം ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ ചേച്ചി? കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യണം. അധികാരികളിലേക്ക് എത്തണം. ഇവർക്ക് എവിടുന്ന് നിയമസഹായം കിട്ടുമോ അവിടുന്ന് കിട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കണം. എന്തായാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളിത് വേണ്ടപ്പെട്ട അധികാരികളിലൊക്കെ ഈ വീഡിയോ എത്തിക്കാം. എന്തായാലും ഇവർക്ക് ഉടൻ തന്നെ എന്ന് പറഞ്ഞാൽ അടിയന്തരമായി തന്നെ കിട്ടണം. ഇന്നെങ്കിൽ ഇന്ന് അല്ലേ, വൈകുന്നേരത്തിനകം അത് കിട്ടണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ അത്രത്തോളം അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ട് ഇവരുടെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇവരെ ചേർത്ത് പിടിക്കുന്ന പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.